Dear friends, today we are going to discuss a very humorous story, The Snake and the Mirror, written by Vaikom Mohammed Basheer. So there is a short profile of our author. Vaikom Mohammed Basheer was born in 1908 and died in 1994. He is fondly remembered as Beppu Sultan. He is a humanist, freedom fighter, novelist and short story writer hailing from Kerala. He is noted for his disarmingly down-to-earth style of writing that made him equally popular among literary critics as well as the common man. His notable works include ബാല്യകാല സഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, എൻ്റെ ഉപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന്, ജന്മദിനം ആൻഡ് അനർഘ നിമിഷം. He was awarded the Padma Shri in 1982. സോ നമുക്കെല്ലാവർക്കും അറിയാം, ബേപ്പൂർ സുൽത്താൻ എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഹിസ് ഡൗൺ ടു എർത്ത് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. അതായത് എന്താണ്, കോമൺ മാന് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ സാധാരണമായ ലാംഗ്വേജിൽ മനുഷ്യൻ്റെ പല അവസ്ഥാന്തരങ്ങളും മനുഷ്യൻ്റെ ജീവിതം അതുപോലെ തന്നെ പകർത്തി വയ്ക്കുകയാണ് ബഷീർ ചെയ്യുന്നത്. പിന്നീട് എന്താണ് ഹ്യൂമർ, അതെങ്ങനെയാണ് ഒരു വളരെ തമാശ നിറഞ്ഞ രീതിയിലാണ് അദ്ദേഹം തൻ്റെ എല്ലാ കഥകളും എഴുതുന്നത്. ആ തമാശകൾക്കിടയിലും എന്താണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളും ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഇപ്പം ഞാൻ കുറച്ച് വർക്ക്സാണ് അവിടെ തന്നിരിക്കുന്നത്. ബാല്യകാല സഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട് തുടങ്ങി അങ്ങനെയുള്ള ഒത്തിരി കൃതികളുടെ പേരും അവിടെ തന്നിട്ടുണ്ട്. 1982 അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിക്കുന്നു. ബഷീർ, ദി സുൽത്താൻ ഓഫ് സ്റ്റോറീസ്, ഈസ് എ ട്രൂ ലവർ ഓഫ് നേച്ചർ. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹം നമ്മൾ ഭൂമിയുടെ അവകാശികളെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഹീസ് എ ട്രൂ ലവർ ഓഫ് നേച്ചർ. അദ്ദേഹം പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളെയും തൻ്റെ കൂടപ്പിറപ്പുകളെ പോലെയാണ് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത്. ഹി ഹൈലൈറ്റ്സ് ദ ബ്ലെൻഡ് ഓഫ് ഓൾ ക്രീച്ചേഴ്സ് ആൻഡ് നേച്ചർ ഇൻ ഹി സ്റ്റോറീസ്. അദ്ദേഹത്തിൻ്റെ കഥകളിൽ പലപ്പോഴും നമ്മുടെ പ്രത്യേകിച്ച് എടുത്തു കഴിഞ്ഞാൽ പാത്തുമ്മയുടെ ആട് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആ ഒരു ആട് എന്ന് പറയുന്ന ഒരു ജീവി അതിനകത്തെ കേന്ദ്ര കഥാപാത്രമാണ്. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റ് പല സ്റ്റോറീസിലും നമുക്ക് ഇതുപോലെ ജീവികളെ ക്യാരക്ടേഴ്സായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദി സ്റ്റോറീസ് ഇവോക്ക് ഹ്യൂമർ ആൻഡ് സർക്കാസം ഓൺ ദ ഫോളീസ് ഓഫ് മാൻ, അല്ലേ? അപ്പോൾ മനുഷ്യൻ്റെ തന്നെ സ്വഭാവത്തിലെ എന്താണ് ചില പ്രത്യേകതകളെ അദ്ദേഹം വളരെ നിശിതമായിട്ട് തന്നെ കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കഥകളിലൂടെ. ഹിയർ ഈസ് സച്ച് എ സ്റ്റോറി, റീഡ് ആൻഡ് എൻജോയ്. ഈ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്നതും അത്തരത്തിലുള്ളൊരു സ്റ്റോറിയാണ്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് ഇറ്റ് സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? എ ഫുൾ ബ്ലഡഡ് കോബ്ര? All of us fell silent. The question came from the Homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. So, ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് ഈ സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു പാമ്പ് ചുറ്റിയിട്ടുണ്ടോ? എ ഫുൾ ബ്ലഡഡ് കോബ്ര, ഒരു ഒരു വളരെ വെനമസ് ആയിട്ടുള്ള ഒരു അതിഭയങ്കരമായ വിഷമുള്ളൊരു മൂർഖൻ. ഓൾ ഓഫ് എസ് ഫെൽ സൈലൻറ്റ്. ഞങ്ങളെല്ലാവരും നിശബ്ദരായി ഈ ചോദ്യം കേട്ട്. ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദി ഹോമിയോപ്പത്ത്. ഹോമിയോപ്പത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനൊരു ചോദ്യം വന്നത്. ഹോമിയോപ്പത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹോമിയോപ്പത്തിക് മെത്തേഡ്സ് യൂസ് ചെയ്ത് ഇൽനെസ്സൊക്കെ ക്യൂർ ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഹോമിയോപ്പത്ത് എന്ന് വിളിക്കുന്നത്, ഹോമിയോ ഡോക്ടർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഹോമിയോപ്പത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് എപ്പോഴാണ്? ദ ടോപ്പിക് കെയിം അപ്പ് വെൻ വി വെർ ഡിസ്കസിങ് സ്നേക്സ്. സ്നേക്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു ചോദ്യം ഹോമിയോപ്പത്ത് ഞങ്ങളോട് ചോദിച്ചത്. വി ലിസൺഡ് അറ്റൻറ്റീവ്ലി ആസ് ദ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ദ ടെയിൽ. അല്ലേ? അപ്പോൾ എന്താണ്
ഡോക്ടർ കഥ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് ഇത് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. It was a hot summer night about 10 o'clock. I had my meal at the restaurant and returned to my room. I heard a noise from above as I opened the door. The sound was a familiar one. One could say that rats and I shared the room. I took out of my box of matches and lighted the kerosene lamp on the table. So, ഹോമിയോപ്പത്ത് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചതിന് ശേഷം അദ്ദേഹം തൻ്റെ കഥ പറയുകയാണ്. ഇനി ഹോമിയോപ്പത്തിൻ്റെ നരേഷനാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബാക്കിയുള്ളവർ എല്ലാവരും ഇങ്ങനെ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തെ ലിസൺ ചെയ്യാണ്. അപ്പോൾ കഥ തുടരുകയാണ്. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. അതൊരു നല്ല ചൂടുള്ള ഒരു രാത്രിയായിരുന്നു. ഒരു സമ്മർ നൈറ്റായിരുന്നു. എബൌട്ട് 10 o'clock, ഏകദേശം രാത്രി 10 മണിയായിട്ടുണ്ടാകും. റെസ്റ്റോറൻറ്റിൽ നിന്ന് മീൽ കഴിച്ച ശേഷം ഞാൻ എൻ്റെ റൂമിലേക്ക് തിരികെ വരികയായിരുന്നു, അല്ലെങ്കിൽ തിരികെ വന്നു. ഐ ഹേർഡ് എ നോയ്സ് ഫ്രം എബവ് ആസ് ഐ ഓപ്പൺ ദ ഡോർ. ഡോറ് തുറന്നതും വീടിൻ്റെ മുകളിൽ നിന്ന് എന്തോ ഒരു ഒച്ച ഞാൻ കേട്ടു. ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. പക്ഷേ അതെനിക്ക് വളരെ പരിചിതമായൊരു ഒച്ചയായിരുന്നു. വൺ കുഡ് സേ ദാറ്റ് റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. അപ്പോൾ ആൾക്കാർ പറയാറുണ്ട്, ഞാനും എലികളുമാണ് എന്ത് ചെയ്യുന്നത്, റൂം ഷെയർ ചെയ്യുന്നതെന്ന്. കാരണം ദ സൗണ്ട് ആസ് എ ഫെമിലിയർ വൺ എന്ന് പറയാൻ കാരണം ഈ വീടിൻ്റെ മുകളിൽ, എൻ്റെ റൂമിൻ്റെ മുകളിൽ ഒരുപാട് എലികൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായി ഞാൻ കേൾക്കുന്ന ഒച്ചയാണ് ഈ എലികളുടെ ഓട്ടവും ബഹളവും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒച്ച വളരെ പരിചിതമാണ്. ഐ ടുക്ക് ഔട്ട് ഓഫ് മൈ ബോക്സ് ഓഫ് മാച്ചസ് ആൻഡ് ലൈറ്റഡ് ദ കെറോസിൻ ലാമ്പ് ഓൺ ദ ടേബിൾ. ഞാൻ ബോക്സ് ഓഫ് മാച്ചസ് എടുത്തു, എന്നിട്ട് മേശയുടെ മുകളിൽ ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചു. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. ഇനി ആ വീടിൻ്റെ പ്രത്യേകതകൾ പറയാണ്. അതൊരു ഇലക്ട്രിഫൈഡ് അല്ലാത്തൊരു വീടാണ്. ഒരു സ്മോൾ റെൻറ്റഡ് റൂമാണ്. ഐ ഹാഡ് ജസ്റ്റ് സെറ്റപ്പ് മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് മൈ ഏർണിങ്സ് വെ മീഗർ. അപ്പോൾ ഡോക്ടർ തൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയാണ്. ഞാനിപ്പോൾ മെഡിക്കൽ പ്രാക്ടീസ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ ഏർണിങ്സ് എന്ന് പറയുന്നത് വളരെ മീഗറാണ്. മീഗർ മീൻസ് എന്താണ്, വെരി പുവർ അല്ലെങ്കിൽ ഇൻസഫിഷ്യൻ്റ് എന്നൊക്കെ പറയാം. വളരെ തുച്ഛമായ ശമ്പളമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഐ ഹാഡ് അബൌട്ട് 60 rupees ഇൻ മൈ സ്യൂട്ട് കേസ്. എൻ്റെ സ്യൂട്ട് കേസിൽ ആകെ 60 രൂപ മാത്രമാണുള്ളത്. അലോങ് വിത്ത് സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ്. ഐ ഓൾസോ പൊസസ്ഡ് വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട് വിച്ച് ഐ വാസ് ദെൻ വിയറിങ്. കുറച്ച് ഷർട്ട്സും ധോത്തീസും കുറച്ച് ഷർട്ടുകളും മുണ്ടുകളും ഉണ്ട് ആ സ്യൂട്ട് കേസിൽ. പിന്നെ അതുകൂടാതെ എന്തുണ്ട്, ഒരു സോളിറ്ററി ബ്ലാക്ക് കോട്ട്. സോളിറ്ററി മീൻസ് വൺ, ഒരൊറ്റ ബ്ലാക്ക് കോട്ടും ഉണ്ട്. വിച്ച് ഐ വാസ് ദെൻ വിയറിങ്. ഞാൻ അപ്പോൾ ധരിച്ചിരുന്ന ആ ഒരു കോട്ടും എൻ്റെ കൈവശം ഉണ്ട്. ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്, വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് hung them up. I opened the 2 windows in the room. It was an outer room with one wall facing the open yard. It had a tiled roof with long supporting gables that rested on the beam over the wall. There was no ceiling. There was a regular traffic of rats to and from the beam. I made my bed and pulled it close to the wall. I lay down, but I could not sleep. I got up and went out to the veranda for a little air, but the wind god seemed to have taken time off. So, ഞാൻ പുറത്ത് പോയിട്ട് വന്നിട്ട് എൻ്റെ ആ ബ്ലാക്ക് കോട്ട് ഞാൻ അഴിച്ചു വെച്ചു. വൈറ്റ് ഷർട്ടും അതുപോലെ നോട്ട് സോ വൈറ്റ് വെസ്റ്റ്, വെളുത്ത ആ ഷർട്ടും പിന്നെ അത്ര വെളുപ്പില്ലാത്ത എൻ്റെ ആ വെസ്റ്റ്, അകത്ത് ധരിക്കുന്ന ബനിയനും ഒക്കെ ഞാൻ ഊരി അവിടെ അയയിൽ തൂക്കി. എന്നിട്ട് ഞാൻ റൂമിലുള്ള ആ 2 ജനാലകൾ തുറന്നിട്ടു. അതൊരു ഔട്ടർ റൂമാണ്. വൺ വാൾ ഫേസിങ് ദി ഓപ്പൺ യാർഡ്. ഇപ്പോൾ ആ ഒരു വീട്ടിന് പുറം ഭാഗത്തായിട്ട് നിൽക്കുന്നൊരു മുറിയിലാണ് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ പിന്നെ റൂമിൻ്റെ ഒരു ഭിത്തി എന്ന് പറയുന്നത് മുറ്റവുമായി ചേർന്നിരിക്കുന്നതാണ്. അപ്പോൾ പിന്നീട് ആ മുറിയുടെ പ്രത്യേകത പറഞ്ഞാൽ ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ്. അതൊരു ഓടുമേഞ്ഞ മേൽക്കൂരയുള്ള റൂമാണ്. ലോങ് സപ്പോർട്ടിങ് ഗേബിൾസ് എന്ന് പറഞ്ഞാൽ ത്രികോണത്തിൻ്റെ ഷേപ്പിലുള്ള മുകൾ ഭാഗം. അപ്പോൾ അവിടെ ദർ വാസ് നോ സീലിംഗ് ഒന്നുമില്ല. ദർ വാസ് എ റെഗുലർ ട്രാഫിക് ഓഫ് റാറ്റ്സ് ടു ആൻഡ് ഫ്രം ദ ബീം. അപ്പോൾ ഇതിൻ്റെ മേൽക്കൂരയുടെ മുകളിൽ എപ്പോഴും മച്ചിന് മുകളിൽ ഇങ്ങനെ എലികളുടെ
ബഹളം എപ്പോഴും കേൾക്കാം. ഐ മെയ്ഡ് മൈ ബെഡ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദ വോൾ. ഞാൻ കിടക്ക വിരിച്ചു, ഭിത്തിയിലേക്ക് ചേർത്ത് കിടക്ക ഇട്ടു. ഞാൻ അവിടെ കുറച്ച് നേരം കിടന്നു, പക്ഷേ എനിക്ക് ഉറക്കം വന്നില്ല. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട് ടു ദ വെരാൻഡ ഫോർ എ ലിറ്റിൽ എയർ. പറഞ്ഞല്ലോ അതൊരു സമ്മർ നൈറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് എനിക്ക് ഉറക്കം വന്നില്ല. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് വരാന്തയിൽ പോയി കുറച്ച് നേരം ഇരുന്നു, കുറച്ച് കാറ്റ് കിട്ടുന്നതിന് വേണ്ടി. ബട്ട് ദ വിൻഡ് ഗോഡ് സീംഡ് ടു ഹാവ് ടേക്കൺ ടൈം ഓഫ്. പക്ഷേ കാറ്റൊന്നും വീശുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഐ വെൻറ്റ് ബാക്ക് ഇൻ ടു ദ റൂം ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. I opened the box beneath the table and took out a book, The Materia Medica. I opened it at the table on which stood the lamp and a large mirror. A small comb lay beside the mirror. അപ്പോൾ പുറത്ത് വരാന്തയിൽ ഇറങ്ങിയിരുന്നിട്ടും കാറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഹി വെൻറ്റ് ബാക്ക് ഇൻ ടു ദ റൂം ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. എന്നിട്ട് ടേബിളിൻ്റെ അടിയിലിരുന്ന ഒരു ബുക്ക് എടുത്തു. എന്താണത്? ദ മെറ്റീരിയ മെഡിക്ക. ഐ ഓപ്പൺഡ് ഇറ്റ് ആൻഡ് അറ്റ് ദ ടേബിൾ ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ് ആൻഡ് എ ലാർജ് മിറർ. ആ ബുക്ക് എടുത്ത് ഞാൻ എൻ്റെ ടേബിളിന് മുകളിൽ വെച്ചു. ടേബിളിന് മുകളിലായിട്ട് ഒരു ലാമ്പും ഉണ്ട്, അതുപോലെ ഒരു വലിയ മിററും ഉണ്ട്. എന്താണ് ഈ മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്നത്? മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചും പിന്നെ എന്താണ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുമൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള ഡോക്ടേഴ്സിന് റെഫർ ചെയ്യാനുള്ള ബുക്കാണ് ദ മെറ്റീരിയ മെഡിക്ക. അപ്പോൾ മേശയുടെ മുകളിൽ ഇപ്പോൾ ആ ബുക്കുണ്ട്, തുറന്നു വെച്ചിരിക്കുന്ന ആ ബുക്ക്, അതിനടുത്തായിട്ടൊരു ലാമ്പ്, പിന്നെ ഒരു വലിയ കണ്ണാടി, പിന്നെ എന്താണ് ഒരു ചെറിയ ചീപ്പ് ലേ ബിസൈഡ് ദ മിറർ. മിററിനടുത്തായിട്ടൊരു ചെറിയ ചീപ്പും ഉണ്ട്. വൺ ഫീൽസ് ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു എ മിറർ വെൻ ഇറ്റ് ഈസ് നിയർ. I took a look. In those days I was a great admirer of beauty, and I believed in making myself look handsome. I was unmarried and was a doctor. I felt I had to make my presence felt. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. Again, I heard that sound from above. അപ്പോൾ അദ്ദേഹം പറയണം. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെയാണ് ബഷീറിൻ്റെ ആ ഹ്യൂമർ സെൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വൺ ഫീൽസ് ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു എ മിറർ വെൻ ഇറ്റ് ഈസ് നിയർ. അല്ലേ, നമ്മളെല്ലാവരും ഒരു കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ എവിടെ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അതിനകത്തേക്കൊന്ന് നോക്കി നമ്മുടെ മുഖമൊക്കെ ഒന്ന് നമ്മുടെ മുഖത്തെല്ലാം പ്രോപ്പറായിട്ട് കറക്റ്റായിട്ടാണോ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരു കണ്ണാടി അടുത്തുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് നോക്കാനൊരു ടെംപ്റ്റേഷൻ ഉണ്ടാവും. പിന്നെ ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മിറർ ഓഫ് ബ്യൂട്ടി. അപ്പോൾ ഗ്രേറ്റ് അഡ്മിറർ ഓഫ് ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഹോമിയോപ്പത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നൊരു വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ഹി വാസ് എ ഗ്രേറ്റ് അഡ്മിറർ ഓഫ് ബ്യൂട്ടി അറ്റ് ദാറ്റ് ടൈം. ആ ഒരു സമയത്ത് അദ്ദേഹം ഒരു ഭയങ്കര സൗന്ദര്യ ആരാധകനായിരുന്നു. ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. അതുപോലെ തന്നെ കുറച്ച് ഹാൻസം ആയിട്ടിരിക്കാൻ എപ്പോഴും അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഐ വാസ് എൻ അൺമാരീഡ് ആൻഡ് വാസ് എ ഡോക്ടർ. അല്ലേ, ഞാനൊരു അൺമാരീഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. അല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ സൗന്ദര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ. ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. അതുകൊണ്ട് തന്നെ എൻ്റെ മുഖമൊക്കെ അല്ലെങ്കിൽ എൻ്റെ സൗന്ദര്യമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ പിക്ഡ് അപ്പ് ദ കോംബ് ആൻഡ് റാൻ ഇറ്റ് ത്രൂ മൈ ഹെയർ. ഞാൻ അവിടെ ഇരുന്ന് ആ ചെറിയ ചീപ്പ് എടുത്തിട്ട് എൻ്റെ മുടിയിൽ ഇങ്ങനെ കോതി. ആൻഡ് അഡ്ജസ്റ്റഡ് ദ പാർട്ടിങ്. എന്താണ് ആ തലമുടി ഇങ്ങനെ വളരെ ക്ലീനായിട്ട് സ്ട്രെയിറ്റും നീറ്റും ഒക്കെ ആയിട്ട് മുടി ഇങ്ങനെ ചീപ്പ് ഉപയോഗിച്ച് കോംബ് ചെയ്തു. അപ്പോൾ വീണ്ടും എന്താണ് മുകളിൽ നിന്നും ആ ശബ്ദം, നേരത്തെ കേട്ട ഒച്ച മുകളിൽ നിന്ന് വീണ്ടും കേൾക്കുകയാണ്. ഐ ടുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. ഐ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. I would shave daily and grow a thin moustache to look more handsome. I was after all a bachelor and a doctor. ഞാൻ എന്താണ് മിററിൽ വളരെ കെയർഫുള്ളായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചു എൻ്റെ മുഖം. എന്നിട്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ടൊരു തീരുമാനം എടുത്തു. അപ്പോൾ എന്താണത്? ഐ വുഡ് ഷേവ് ഡെയിലി. ഞാനിനി സ്ഥിരം ഷേവ് ചെയ്യും. ആൻഡ് ഗ്രോ എ തിൻ മൊസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. കുറച്ചുകൂടി ഹാൻസമായിട്ട് തോന്നിക്കുന്നതിന് വേണ്ടി ഞാനൊരു വളരെ നേർത്ത, അധികം കട്ടിയൊന്നുമില്ലാത്ത വളരെ നേർത്ത രീതിയിൽ എൻ്റെ മൊസ്റ്റാഷ്, എൻ്റെ മീശ വളർത്തിയെടുക്കും. കാരണം ഞാനൊരു ബാച്ചിലറാണ്, മാത്രമല്ല ഞാനൊരു ഡോക്ടറാണ്. അപ്പോൾ എന്നെ കാണാൻ ഒരുപാട് പേഷ്യൻസും ആൾക്കാരും ഒക്കെ വരുന്നതല്ലേ.
I looked into the mirror and smiled. It was an attractive smile. I made another earth-shaking decision. I would always keep that attractive smile on my face to look more handsome. I was after all a bachelor and a doctor too on top of it. അപ്പോൾ അതിനുശേഷം ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഇറ്റ് വാസ് എൻ അട്രാക്റ്റീവ് സ്മൈൽ. അത് വളരെ ആകർഷണീയമായൊരു സ്മൈലായിരുന്നു. അപ്പോൾ ഞാനൊരു മറ്റൊരു എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ എടുത്തു. മറ്റൊരു ഭൂമി കുലുക്കുന്ന ഒരു തീരുമാനം എടുത്തു. എന്താണത്? ഐ വുഡ് ഓൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. ആ ഒരു ചിരി, ഞാനിപ്പോൾ ചിരിച്ചതുപോലുള്ളൊരു ചിരി ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ മുഖത്ത് കീപ്പ് ചെയ്യും. എന്തിനാ? ടു ലുക്ക് മോർ ഹാൻഡ്സം. കാരണം ഞാനൊരു ബാച്ചിലറാണ്, മാത്രമല്ല ഒരു ഡോക്ടറുമാണ്. എഗെയിൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം എബവ്. വീണ്ടും ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും മുകളിൽ നിന്നും ആ ഒരു ഒച്ച കേൾക്കുകയാണ്. Got up, lit a BD and paced up and down the room. Then another lovely thought struck me. I would marry. I would get married to a woman doctor who had plenty of money and a good medical practice. She had to be fat for a valid reason. If I made some silly mistake and needed to run away, she should not be able to run after me and catch me. ഞാൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. അപ്പം മുകളിൽ നിന്ന് നോയ്സ് കേട്ടിട്ട് വീണ്ടും ഞാനത് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഒരു ബീഡിയൊക്കെ ഇങ്ങനെ കത്തിച്ചിട്ട് റൂമിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആ സമയത്താണ് മറ്റൊരു ചിന്ത എന്നിലുണ്ടായത്. ഒരു കല്യാണം കഴിച്ചാലോ? എന്താണ്? ഐ വുഡ് ഗെറ്റ് മാരീഡ് ടു എ വുമൺ ഡോക്ടർ ഹു ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി ആൻഡ് ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. നല്ല മെഡിക്കൽ പ്രാക്ടീസും ഒരുപാട് പണവുമൊക്കെയുള്ള ഒരു വുമൻ ഡോക്ടറെ തന്നെ വിവാഹം കഴിക്കണം. പിന്നെ എന്താണ്? ഷീ ഹാഡ് ടു ബി ഫാറ്റ്. അവളൊരു തടിച്ച സ്ത്രീ ആയിരിക്കണം. അതിനൊരു കാരണവുമുണ്ട്. ഇഫ് ഐ മെയ്ഡ് സം സിലി മിസ്റ്റേക്ക് ആൻഡ് നീഡഡ് ടു റൺ അവേ, ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ. ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്തു കഴിഞ്ഞാൽ തന്നെയും അവൾ എൻ്റെ പുറകെ ഓടി വന്ന് എന്നെ പിടിച്ചിട്ട് എന്നെ തല്ലാൻ പാടില്ല. അപ്പോൾ എന്താണ്? അവളുടെ അടുത്ത് നിന്ന് എനിക്ക് ഓടി രക്ഷപ്പെടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തടിച്ച ഒരു വുമൻ ഡോക്ടറെ ആയിരിക്കണം ഞാൻ കല്യാണം കഴിക്കുന്നത്. വിത്ത് സച്ച് തോട്ട്സ് ഇൻ മൈ മൈൻഡ് ഐ റെസ്യൂംഡ് മൈ സീറ്റ് ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ആയിട്ട് ഞാൻ ടേബിളിന് മുന്നിലുള്ള ആ കസേരയിൽ വന്ന് ഇരുന്നു. ദർ വെയർ നോ മോർ സൗണ്ട്സ് ഫ്രം എബവ്. മുകളിൽ നിന്ന് സൗണ്ടുകളൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല. സഡൻലി ദർ കെയിം എ ഡൾ തട്ട് ആസ് ഇഫ് എ റബ്ബർ ട്യൂബ് ഹാഡ് ഫാളൻ ടു ദ ഗ്രൗണ്ട്. ഷുവർലി നത്തിങ് ടു വറി അബൌട്ട്. പെട്ടെന്നാണ് ഒരു തട്ട് സൗണ്ട് കേട്ടത്. ഒരു റബ്ബർ ട്യൂബ് മുകളിൽ നിന്ന് താഴേക്ക് വീണ മാതിരിയുള്ള ഒരു സൗണ്ട് കേട്ടു. ഷുവർലി നത്തിങ് ടു വറി അബൌട്ട്. അങ്ങനെ ഭയപ്പെടാനൊന്നുമില്ല, എന്തോ ഒന്ന് താഴേക്ക് വീണു. ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. എന്നാലും അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കി. നോ സൂണർ ഹാഡ് ഐ ടേൺഡ് ദാൻ എ ഫാറ്റ് സ്നേക്ക് റിഗിൾഡ് ഓവർ ബാക്ക് ഓഫ് ദി ചെയർ ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ. ഞാൻ തിരിഞ്ഞു നോക്കി അതേ സമയം തന്നെ ഒരു തടിച്ചു കൊഴുത്ത ഒരു സ്നേക്ക് എൻ്റെ ചെയറിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് വന്ന് എൻ്റെ ഷോൾഡറിൻ്റെ സൈഡിൽ ഇങ്ങനെ വന്ന് ലാൻഡ് ചെയ്തു. ദ സ്നേക്സ് ലാൻഡിങ് ഓൺ മീ ആൻഡ് മൈ ടേണിങ് വെയർ സൈമൾട്ടേനിയസ്. രണ്ടും ഒരേ സമയത്താണ് നടന്നത്. എന്താണ് സൈമൾട്ടേനിയസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഹാപ്പനിങ് ഓർ ഡൺ അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം നടക്കുക എന്നുള്ളതാണ് സൈമൾട്ടേനിയസ്. ഞാൻ തിരിഞ്ഞു നോക്കിയതും ആ പാമ്പ് വന്ന് എൻ്റെ ഷോൾഡറിൻ്റെ സൈഡിൽ ഇരുന്നതും ഒരുമിച്ചായിരുന്നു. ഐ ഡിഡിൻ ജമ്പ്, ഐ ഡിഡിൻ ട്രംബിൾ, ഐ ഡിഡിൻ ക്രൈ ഔട്ട്. അല്ല, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റില്ല, ഞാൻ ഭയപ്പെട്ടില്ല, ഞാൻ ഉറക്കെ നിലവിളിച്ചില്ല. ദർ വാസ് നോ ടൈം ടു ഡു എനി സച്ച് എ തിങ്. അതൊന്നും ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്? എനിക്കതൊന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ദ സ്നേക്ക് സ്ലിഥേർഡ് അലോങ് മൈ ഷോൾഡർ ആൻഡ് കോയിൽഡ് അറൗണ്ട് മൈ ലെഫ്റ്റ് ആം എബവ് ദ എൽബോ. അപ്പോൾ ആ സ്നേക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ എന്താണ് എൻ്റെ ഷോൾഡറിലൂടെ ഇഴഞ്ഞ് നീങ്ങി എൻ്റെ ലെഫ്റ്റ് ആമിൻ്റെ എൽബോയുടെ മുകളിൽ വന്ന് ഇങ്ങനെ ചുറ്റിട്ടിരുന്നു. കോയിൽഡ്. ദ ഹൂഡ് വാസ് സ്പ്രെഡ് ഔട്ട് ആൻഡ് ഇറ്റ്സ് ഹെഡ് വാസ് ഹാർഡ്ലി 3 or 4 inches ഫ്രം മൈ ഫേസ്. അതിൻ്റെ ഹൂഡ് മീൻസ് എന്താണ്? അതിൻ്റെ ആ പത്തി ഇങ്ങനെ വിരിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഹെഡ്, അതിൻ്റെ ആ പത്തിയും ആ തലയും ഒക്കെ എൻ്റെ മുഖത്ത് നിന്ന് ഒരു 3-4 ഇഞ്ച് അപ്പുറമാണ് അതിൻ്റെ ഹുഡ് ഇരിക്കുന്നത്. It would not be correct to say merely that I sat there holding my breath. ഞാനവിടെ
ശ്വാസം അടക്കി പിടിച്ചാണ് ഇരുന്നത്. ഐ വാസ് ടേൺഡ് ടു സ്റ്റോൺ. ഞാനൊരു കല്ല് പോലെ മാറിക്കഴിഞ്ഞിരുന്നു. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. ഞാൻ പ്രതിമ പോലെയാണ് ഇരിക്കുന്നതെങ്കിലും എൻ്റെ മനസ്സ് വളരെ ആക്റ്റീവായിരുന്നു. ദ ഡോർ ഓപ്പൺഡ് ഇൻ ടു ഡാർക്ക്നെസ്. കതക് തുറന്നിട്ടിരിക്കുകയാണ് റൂമിൻ്റെ. അത് പുറത്തേക്ക് നോക്കുമ്പോൾ എന്താണ്, മുഴുവൻ ഇരുട്ടാണ്. ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്. റൂമും നിറയെ ഇരുട്ടാണ്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ്. അവിടെ എന്താണ്, ദ റൂം വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്, ഓൾറെഡി പറഞ്ഞല്ലോ. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ് ഐ സാറ്റ് ദെയർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്. പിന്നെ റൂമിൽ എന്താണ് ആ ലൈറ്റ് തരുന്നത് എന്ത് മാത്രമാണ്, ഒരു ലാമ്പ് അവിടെ ഇരിപ്പുണ്ട്, ഒരു കെറോസിൻ ലാമ്പ്. ഐ സാറ്റ് ദെയർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ഫ്ലഷ്. അല്ലേ, ഒരു എന്താണ് കൽപ്രതിമ പോലെ, എന്നാൽ എന്താണ് മാംസവും രക്തവും ഒക്കെയുള്ള ഒരു കൽപ്രതിമ പോലെ ഞാൻ അവിടെ ഇങ്ങനെ ആ ലാമ്പിൻ്റെ വെളിച്ചത്തിൽ ഇരുന്നു. ഐ ഫെൽറ്റ് ദെൻ ദ ഗ്രേറ്റ് പ്രസൻസ് ഓഫ് ദ ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ് ആൻഡ് ദിസ് യൂണിവേഴ്സ്. കാരണം ഞാനപ്പോൾ ദൈവത്തെ വിളിച്ചു പോയി. ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ ആ സമയം ഓർത്തു. ഗോഡ് വാസ് ദെയർ. സപ്പോസ് ഐ സെഡ് സംതിങ് ആൻഡ് ഹീ ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ദൈവം അവിടെ ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ് ഔട്ട്സൈഡ് മൈ ലിറ്റിൽ ഹേർട്ട് ദ വേർഡ്സ് ഓ ഗോഡ്. കാരണം എനിക്കെന്താണ്, ഉറക്കെ ശബ്ദം എടുത്ത് ഓ ഗോഡ് എന്ന് വിളിക്കാൻ സാധിക്കില്ല. കാരണം ഞാനൊരു സ്റ്റോൺ ഇമേജ് പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ആ വാക്ക് കുറിച്ചിട്ടു, ഓ ഗോഡ് സേവ് മീ എന്നുള്ള ആ ഒരു വാക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൽ എഴുതാൻ തുടങ്ങി. എനിക്ക് ഉച്ച എടുത്ത് വിളിക്കാൻ സാധിക്കില്ല ഓ ഗോഡെന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ എഴുതി ഓ ഗോഡെന്ന്. ദെർ വാസ് സം പെയിൻ ഇൻ മൈ ലെഫ്റ്റ് ആം. എൻ്റെ ലെഫ്റ്റ് ആം നന്നായിട്ട് പെയിൻഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. ഇറ്റ് വാസ് ആസ് ഇഫ് എ തിക്ക് ലെഡൻ റോഡ് എ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൻ ഫയർ വാസ് സ്ലോലി ബട്ട് പവർഫുള്ളി ക്രഷിങ് മൈ ആം. ഒരു ലെഡൻ റോഡ്, ഒരു ഇരുമ്പ് ദണ്ട് പഴുപ്പിച്ച്, മോൾട്ടൻ ഫയർ അത് പഴുപ്പിച്ച് എൻ്റെ കയ്യിൽ പിടിപ്പിച്ചതുപോലുള്ളൊരു വേദനയാണ് എനിക്ക് ഇടത് കയ്യിൽ തോന്നുന്നത്. കാരണം എന്താണ്, അവിടെ ആ ഫുൾ ബ്ലഡഡ് കോബ്ര ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കോയിൽ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്തോ എൻ്റെ കയ്യെ ക്രഷ് ചെയ്യുന്നത് പോലെ, പിടിച്ച് ഞെരിക്കുന്നത് പോലെ, ശക്തമായി ഞെരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ദ ആം വാസ് ബിഗിനിങ് ടു ബി ഡ്രെയിൻഡ് ഓഫ് ഓൾ സ്ട്രെങ്ത്. ആ ഇടത് കൈയിലെ ശക്തി മുഴുവൻ ഇല്ലാതാകുന്നത് പോലെ, ചോർന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. വാട്ട് കുഡ് ഐ ഡു? ഞാൻ എന്താ ചെയ്യുക?